നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരം പിടിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ തലകുത്തി മറിയുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ PR വർക്കിന്റെ ധാരാളിത്തം കൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന പ്രചരണ പരിപാടികൾ കൊണ്ട് എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരം പിടിക്കാനായാൽ അപ്പോൾ അധികാര സിംഹാസനത്തിലേക്ക് പിണറായി വിജയൻ നടന്നെടുക്കുമ്പോൾ അതിന് വിഘാതമായി വരാവുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് പിണറായി വിജയൻ കൃത്യമായി തന്നെ നോട്ടമിട്ടിരിക്കുന്നു. അങ്ങനെ തനിക്കും തന്റെ അധികാര കസേരയ്ക്കും വിഘാതമായി വരാൻ സാധ്യതയുള്ള ഓരോരോ നേതാക്കളെയായി തെരഞ്ഞുപിടിച്ച് ഓരോരോ കാരണങ്ങൾ അവർക്ക് മേൽ ചുമത്തി പിണറായി വിജയൻ അവരെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിക്കുന്നു, അവരുടെ പേര് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്താവിശേഷം. കണ്ണൂരിൽ ജയരാജന്മാരെ എന്ന് പറയുമ്പോൾ MP ജയരാജൻ ഒഴികെ ബാക്കി 2 ജയരാജന്മാരെയും ശൈലജ ടീച്ചറെയും ശ്രീമതി ടീച്ചറെയും വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് മധ്യ കേരളത്തിൽ വരുമ്പോൾ തോമസ് ഐസക്കിനെയും G സുധാകരനെയും എല്ലാം വെട്ടിയൊതുക്കി മാറ്റി നിർത്തിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. ഇടുക്കി CPM-ന് പിടിച്ചുകൊടുത്ത ഉടുമ്പൻചോലയുടെ സ്വന്തം MLA ആയ മുൻ മന്ത്രിയായ MM മണിയെ അതിദാരുണമായി തന്നെ ലിസ്റ്റിൽ നിന്നും വെട്ടി മാറ്റിയിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ ഭരണസിംഹാസനത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേരളം വാഴ്ത്തിയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ കുപ്പായമണിഞ്ഞിരുന്നിരുന്ന ആളുകളെ എല്ലാവരെയും ഒന്നൊന്നായി പിണറായി വിജയൻ വെട്ടിമാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന് മറ്റൊരു ഭാഷയും കൂടി പറയപ്പെടുന്നുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ലാവ്ലിൻ കേസ് മാറിമറിഞ്ഞ് ഒരു വിധി വരികയാണെങ്കിൽ, പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും ഭരണം തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി മരുമകനായ മുഹമ്മദ് റിയാസിനെ ഏത് വിധേനയും അധികാര സിംഹാസനത്തിൽ എത്തിക്കുക, അതായത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തി വാഴിക്കുക. അതിനുവേണ്ടി തന്നെയാണ് യുവസിംഹമായ M സ്വരാജിന്റെ പേര് വെട്ടി മാറ്റിയിരിക്കുന്നത്. അതുപോലെ ഇനി തെരഞ്ഞെടുപ്പ് അടുക്കും തോറും CPM-ലെ സമുന്നതരായ യുവ നേതാക്കൾ എന്ന് പറയുന്ന 60 കഴിഞ്ഞവരെ മിക്കവാറും പിണറായി വിജയൻ വെട്ടിയൊതുക്കി മാറ്റി നിർത്തും. അത് തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അരിയിട്ട് വാഴിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ സംസ്ഥാന സമിതിയിൽ ഒച്ചപ്പാടുണ്ടായ വിവരം കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്നാൽ ശൈലജ ടീച്ചറിന്റെ കാര്യം കൂടുതൽ പര്യാലോചനകൾക്ക് ശേഷം ഒരുപക്ഷെ പേരാവൂരിൽ നിന്ന് അവരെ മത്സരിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. തന്റെ സ്വന്തം മണ്ഡലമായ മട്ടന്നൂർ വിട്ട് താൻ മറ്റെവിടേക്കും മത്സരത്തിനില്ല എന്നാണ് ശൈലജ ടീച്ചർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ശൈലജ ടീച്ചറുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തീരെ നിർബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പേരാവൂരിൽ തന്നെ ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുവാനാണ് പിണറായിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സമിതിയും ഒന്നും തീരുമാനമെടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുമ്പോൾ പാർട്ടി തന്നെ പിണറായി തന്നെ പാർട്ടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. പിണറായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് തിരുവായ്ക്ക് എതിർവായില്ല എന്ന തരത്തിൽ തന്നെ CPM സംസ്ഥാന സമിതിയും പോളിറ്റ് ബ്യൂറോവും പിണറായിയുടെ ഇംഗിതത്തിനൊപ്പം തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ടേം പൂർത്തിയാക്കിയ ആളുകളെ വെട്ടിമാറ്റുമ്പോൾ, അഥവാ സുസ്ഥിരമായ സീറ്റുകളിലല്ലാതെ 2 ടേം പൂർത്തിയാക്കിയ ആളുകൾക്ക് അവസരം കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ 75 കഴിഞ്ഞ ആളുകൾക്ക് സീറ്റ് വേണ്ട എന്നുള്ളൊരു നിയമം, അലിഖിത നിയമം പ്രാബല്യത്തിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ പിണറായി വിജയന് മാത്രം അത് ഒരു പുതിയ രീതിയായി, അല്ലെങ്കിൽ പിണറായി വിജയന് മാത്രം പ്രത്യേക ഇളവ് നൽകി ഈ കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി തന്നെ പാർട്ടിയെ നയിക്കട്ടെ എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെയും തീരുമാനം. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ CPM-ന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് പിന്നീട് തീരുമാനിക്കും എന്ന് MA ബേബി പറയുമ്പോൾ, തെരഞ്ഞെടുപ്പിന് പിണറായി വിജയൻ വേണമെങ്കിൽ നയിച്ചോട്ടെ, എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ, ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്നുള്ള കൃത്യമായ നിർദ്ദേശം തന്നെയാണ് MA ബേബി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് വിഘാതമായി വരാവുന്ന ഓരോരോ നട്ടലുള്ള, ചങ്കൂറ്റമുള്ള, ചങ്കുറപ്പുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേരളം കൊണ്ടാടുന്ന ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകളെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ CPM പച്ച തൊടില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. CPM-നെ തോൽപ്പിക്കാൻ CPM-ന്റെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നെ രംഗത്തിറങ്ങും. ശൈലജ ടീച്ചറിനും ജയരാജന്മാർക്കും തോമസ് ഐസക്കിനും കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം, കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തിയാലും G സുധാകരൻ, തോമസ് ഐസക്ക്, ശൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ, ജയരാജന്മാർ എന്നിങ്ങനെയുള്ള CPM-ലെ ഇപ്പോഴുള്ള തലമുതിർന്ന നേതാക്കളെ വെട്ടിയൊതുക്കിക്കൊണ്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുവാൻ പിണറായി മുന്നോട്ട് വരുന്നതെങ്കിൽ തീർച്ചയായും CPM-ന്റെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന CPM-ന്റെ അടിത്തറ വോട്ടുകൾ തന്നെ ചോർന്നു പോകും. 40-45 അധികം സീറ്റിൽ കൂടുതൽ CPM-ന് കിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 140 സീറ്റുള്ള നിയമസഭ തെരഞ്ഞെടുപ്പിൽ 45, കൂടി വന്നാൽ 48 സീറ്റിനപ്പുറത്തേക്ക്
പിണറായി വിജയൻ കടക്കില്ല, അല്ലെങ്കിൽ CPM പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് തന്നെയായാലും MM മണിയെയും തോമസ് ഐസക്കിനെയും ശൈലജ ടീച്ചറിനെയും ജയരാജന്മാരെയും എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2026 തെരഞ്ഞെടുപ്പ് പിടിക്കാം, ജയിക്കാം, ഭരണത്തിലേറാം എന്നുള്ള വിശ്വാസം വിഡ്ഢികളുടെ സ്വർഗം സ്വപ്നം കാണുന്നതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. 40 സീറ്റിനപ്പുറത്തേക്കും, ഏറിപ്പോയാൽ 45 സീറ്റിനപ്പുറത്തേക്ക് CPM നേടാനാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.